അപ്പൊ നമ്മളൊരു ട്രിപ്പ് പോവാണ്. എവിടേക്കാണ് വിനോട്ടാ? ഊട്ടിക്ക് പോവാണ്. അപ്പൊ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് പോകുന്ന വഴി എല്ലാം കാണാം. ഒരു കിടിലൻ ഊട്ടി വ്ളോഗ്. ആകാശ് ഡ്രൈവർ സുഖേട്ടൻ പോയിട്ട് വരാ. ടാറ്റ. രാവിലെ ബാഗ് നോക്കി 8 മണിക്ക് പോണ പോലെ വരും. ഊട്ടിക്ക് പോണ പോലെ വരാൻ പറഞ്ഞേ. നേരത്തെ സൈറ്റിൽ പണിയുണ്ട്. ഞങ്ങളുടെ പാലക്കാട് ലുലു മാൾ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് കൊച്ചി പോണ്ട, തിരുവനന്തപുരം പോണ്ട. ഞങ്ങളുടെ പാലക്കാടുണ്ട് ലുലു. പൊളിക്കും. 18നാണ് ഉദ്ഘാടനം എന്നാ പറഞ്ഞത്. നമ്മളെ പോകാണ്ട് ഉദ്ഘാടനം ചെയ്യില്ലെന്നാ പറഞ്ഞത്. OPM ടീംസ് ഇല്ലാണ്ട് യൂസുഫ് അലിക്ക് ഉദ്ഘാടനം ചെയ്യില്ലെന്നാ പറഞ്ഞത്. നമ്മള് ഊട്ടിക്കാണ് പോണതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ബാക്കി ഊട്ടി എത്തിട്ട് കാണാലോ. ഇതിലിപ്പോ എന്തായിരിക്കണം? നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കി നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ അവിടെ പോണ വഴി. ഞങ്ങൾ അതുപോലെ തന്നെ പോണം. ഗൂഗിൾ മാപ്പിൽ നോക്കി. പാലക്കാട്ട് നിന്നുള്ളവർക്ക് അതേ വഴി ചേട്ടാ. കോയമ്പത്തൂർ മേട്ടുപ്പാളയിലൂടെയാണ് ഏറ്റവും എളുപ്പം. തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്ക് തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ. എറണാകുളത്ത് വരുന്നവർക്ക് എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ. അതാണ് എളുപ്പം. ഉറങ്ങോ? നിങ്ങൾ എത്ര മണിക്ക് എണിച്ചു കഴിഞ്ഞോട്ടാ? നീ വിളിച്ചത് ഞാൻ 3 മണിക്ക്. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ എണിച്ചു. വരുന്നോ? ഇയാളെ വിളിച്ചിട്ട് ഇവ എല്ലാരും വിളിച്ചതിന്റെ ഉറങ്ങിയത് ടെറാബോക്സിന് ഇറങ്ങിയത് 2 മണിക്ക് വിളിച്ചു. അണ്ണൻ 2:15 എന്നെ വിളിച്ചു പോകും. ഞാൻ പറഞ്ഞു 3 മണിക്ക് പോകാൻ പറഞ്ഞു. 3 മണിക്ക് വിളിച്ചു. ഊട്ടിക്ക് ഇവൻ ആദ്യമായിട്ടാണ്. നമ്മളൊക്കെ പിന്നെ പോയിട്ട് എത്ര എക്സ്പീരിയൻസ് ആണ്? ഇവനും പിന്നെ ഞാനും പിന്നെ ഈ വിനോദം പോയിട്ടുണ്ട്. എപ്പോഴോ ഒരു കാലത്ത്. വിനോദം എപ്പോഴാ പോയത്? ഞാൻ ഈ ഇടയ്ക്ക് ഒരു വർഷം മുമ്പ് സെറ്റാണ്. ഈ ക്ലൈമറ്റ് പൊള്ളിയായിരിക്കും. ഞാൻ പിന്നെ പോകാത്തോണ്ട് എനിക്കറിയാം. നോക്കിട്ട് അടുപ്പേം ചലിക്കുന്നു. പമ്പ് പരമശിവം ഊട്ടി എത്തിയിട്ടില്ല. ഊട്ടിക്ക് ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ ഉണ്ടാവും. കോയമ്പത്തൂർ എത്തി. കോളേജ് ബസ് കയറ്റുമോ? അങ്ങേ പറക്കണം. നമ്മൾ എവിടെയാണ് കറക്റ്റ് സ്പോട്ട്? എവിടെയാണ്? കോയമ്പത്തൂർ. ബൈ ബൈ ബൈ. അതേ മഞ്ഞന്നെ അല്ലേ? അത്രയല്ലേ ഉള്ളൂ. തമിഴ് മണം കണ്ട പോവല്ലേ? പോയിക്കൊണ്ടേയിരിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ശരിക്കും 2 മണിക്കൂർ കാണിച്ചത്. ഈ വരുന്ന വഴി കൊണ്ട് വഴി തെറ്റിച്ചിട്ടാണ് 2 മണിക്കൂർ കാണിച്ചത്. 2 മണിക്കൂർ പറഞ്ഞാൽ 4 മണിക്കൂറാവും. അല്ല കറക്റ്റാണ്. ഞാൻ വരുന്ന കുറ്റം പറഞ്ഞല്ല. വരുന്ന വിവരമില്ലാന്ന് എനിക്കറിയാലോ. വരുന്ന ആരാണെന്ന് അറിയാലോ അല്ലേ? ടയേർഡായോ? ഇവിടം വരെ ഉറങ്ങിയോ? ഇല്ലല്ലോ. മേട്ടുപ്പാളം വഴി മേട്ടുപ്പാളയം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ ഉണ്ടാവും. 45 കിലോമീറ്റർ ഉണ്ടാവും കറക്റ്റ് ഊട്ടിക്ക്. പിന്നെ നമ്മുടെ എങ്ങനെയാണ് റൂട്ട് മാപ്പ് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കും? നമ്മൾ പറയുന്നത് നേരെ ഊട്ടി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ ഊട്ടി ടു മസനഗുഡിയിൽ നിന്ന് നേരെ ഗൂഡലൂർ വന്നിട്ട് ഗൂഡലൂരിന് തിരിച്ച് മേട്ടുപ്പാളയം വഴി പാലക്കാട്. പിന്നെ റൗണ്ടിങ് ആണ് മൊത്തത്തില്. നോ ഹോണാ. അപ്പൊ നമ്മള് നമ്മള് ഊട്ടിക്ക് എൻട്രി ചെയ്തിരിക്കുന്നു. എൻട്രി നമ്മുടെ ഹില്ല് തുടങ്ങിയിരിക്കുകയാണ്. ക്ലൈംബിംഗ് തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പൊ കാണുന്നത് അതിതീവ്രമായ ഒരു താഴ്വാരമാണ്. കോടാമഞ്ഞിലോ താഴ്വാരയിലോ രാക്കിളികൾ പുതുലഞ്ഞു.
ഊട്ടിയിലെ ഹില്ല് കയറി ഒരു നല്ലൊരു തണുപ്പുള്ള ഒരു മൂടായില്ലേ ഇപ്പൊ. തണുപ്പ് വന്നില്ലെങ്കിൽ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു അവിടെ വെള്ളച്ചാട്ടം. ഒരു കുറച്ച് ഹില്ല് കയറി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി സൈഡ് ഒതുക്കി അവിടെ നടന്ന പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇന്നത്തെ പരിപാടി രാവിലെ ഇഡ്ഡലി ചമ്മന്തി പോലെ ഉണ്ട് അല്ലേ? ഇഷ്ടംപോലെയുണ്ട്. കഴിച്ച് മരിക്കാം. എങ്ങനെയുണ്ട് സന്ധ്യ കഴിച്ചിട്ട്? നല്ല അഭിപ്രായം. ഫിറോസിക്ക് പോലെ ഇങ്ങനെ ഉണ്ടാക്കി. മരുന്ന് എങ്ങനെയുണ്ട്? മനീഷ് എങ്ങനെയുണ്ട്? ആർക്കി അല്ലേ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഒരു ഇതോ ഇനിയുണ്ട് ഇഡ്ഡലി അവിടെ, ഇനിയുണ്ട് ഇഡ്ഡലി ചമ്മന്തി എല്ലാം ഉണ്ട്. സെറ്റാണ്. കുറച്ച് കറി പാർസൽ വാങ്ങിച്ചാൽ മതി. ടാറ്റ പറ. വൈബില്ലേ ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുത്തല്ലോ കേട്ടോ. സെറ്റല്ലേ? ആ തണുക്കണോ ഇല്ലേ? കുറച്ച് സീന് ഇങ്ങോട്ടോ കാമോ. എന്താ തണുപ്പില്ലേ? വെറുതെ കയറാന്ന് മാത്രല്ലേ. പട്ടി ഷോ ഇവിടം വരെ വന്നിട്ട് ഒന്നുമില്ല ഗൈസ്. തിരിക്കടാ. ഈ ലൊക്കേഷനിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്തു. ഇനി മെയിൻ ലൊക്കേഷനിലോട്ടുള്ള യാത്രയാണ്. തണുപ്പില്ലേ? ഇല്ല ഇതിനോട്ടാ തണുപ്പില്ലേ? അപ്പൊ ഇനി മെയിൻ ലൊക്കേഷനിൽ എത്തിയിട്ട് വരാം. എവിടെയാണ്? പിന്നെ എല്ലാം തമിഴ്നാട്ടിലെ ഏറ്റവും ഹൈയസ്റ്റ് പീക്ക്. പീക്ക് പീക്ക് അത്രയ്ക്കൊന്നുമില്ല. എനിക്ക് നല്ല തണുപ്പാണ്. എല്ലാ തൊപ്പികളും ഇങ്ങോട്ടാ. തൊപ്പി ഇടുന്നു 50 ഇങ്ങോട്ട് സെറ്റ് സാധനം. ഒന്നും പറയാനില്ല. കടല ഐറ്റംസ് ഉണ്ട് ഗൈസ്. അതാ മാർക്ക് ചെയ്യാ. എത്ര ചോദിക്കും? 650. ഊട്ടി വന്നിട്ട് ക്യാരറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവും അല്ലേ? വെജിറ്റബിൾസിന്റെ കളിയാണ്. ഇതെത്ര ഒരെണ്ണം ഒരു കിട്ട്? 50. ഇതെന്താ ഐറ്റം? സെൽഗം. അതാ പിന്നല്ല വെള്ളിരിക്ക പോലെ അടിക്കും പറഞ്ഞേ. ഇത് കാബേജാ അല്ലേ? അതിന്റെ ഒരു രുചി വരില്ല. അത് മരിക്ക് പറഞ്ഞു ടേസ്റ്റ് ഉണ്ടാവില്ല. കേബേജിന്റെ അതേ ടേസ്റ്റ്. കാബേജിന്റെ വടകര. ഞങ്ങള് പാലക്കാട്. ചൊറിയില്ലേ? ഒരു ഇതില്ല ഇത് കഴിച്ചപ്പോ. എന്താ ആയിക്കോട്ടെ ചേട്ടാ. അപ്പോ ബൈ. സാധനങ്ങൾ വാങ്ങാൻ ലേഡീസ് സെറ്റാണ് ഇവിടെ അല്ലേ? ലേഡീസിന് സെറ്റാണ്. വെറുത്താണോ ചോദിച്ചാ അല്ല, എന്നാലും കോസ്റ്റ്ലി ആണ് ചെറുതൊക്കെ. ടിക്കറ്റ് ഉണ്ട് തോന്നൂലേ? ഒരാൾക്ക് 10 റുപ്പി അല്ലേ? 10 രൂപ. അതിന്റെ മുകളിൽ കേറിയിട്ടാണ് വ്യൂ പോയിന്റില്ലേ? നഗർദാന അവരിനെ എടുക്കുന്ന പോലെ ഉണ്ട്. പിന്നെ നടക്കും അവിടെ നിന്ന് ഇത്രയും ലോങ് നടന്നൊന്നുമില്ലേ? ഒരാൾക്ക് 10 രൂപ. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു പച്ചപ്പ്, പിന്നെ ഈ ഒരു വ്യൂ, പിന്നെ അവിടെ വ്യൂ പോയിന്റിൽ കയറിയിട്ടില്ല. നോക്കണം. ഈ ഒരു വ്യൂ പോയിന്റ് കാണണമെങ്കിൽ സെറ്റ് ആയിട്ടില്ല. കൊള്ളാം. ഈ ഒരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഇനി നെക്സ്റ്റ് ഇതാണ് ഒരു വ്യൂ പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊന്ന് കയറിയിട്ട് എങ്ങനെയുണ്ട് വ്യൂ നോക്കാം. കമോ കമോ. വേറെ പ്രത്യേകിച്ച് വേറെ ഒരു ചില്ലടിക്കാം. കൊള്ളാം. ഒരു അരമണിക്കൂർ
അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ലൊക്കേഷനിൽ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത നെക്സ്റ്റ് ലൊക്കേഷനായിട്ട് വീണ്ടും വരാം. ബൈ ബൈ വരാം. ബൈ ബൈ. ചായപ്പൊടി വീട്ടിലോട്ട് മേടിക്കാം. ചായപ്പൊടി നമ്മൾ മേടിച്ചു. അങ്ങനെ ചോക്ലേറ്റ് കോഫി ആയിരുന്നു ഫാക്ടറി. പ്രോസസ്സിംഗ് ആണ് ചോക്ലേറ്റ് ഫാക്ടറി കൊള്ളാല്ലേ, കാണാനൊരു ഗുമ്മുണ്ട്. ടേസ്റ്റ് ചെയ്ത് തരും എന്ന് വിചാരിക്കുന്നു. ബോർഡ് ഹലോ. പിന്നെ വീണ്ടും നമ്മളെ മനസ്സിൽ 8 പൊട്ടി ആയോണ്ടേ. പക്ഷെ 2 തരുള്ളൂ. 100 റുപ്പീസിനൊക്കെ 100 ഗ്രാമിനാണ്. നമ്മളവിടെ വില കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇത്ര രൂപയുള്ളൂ. പക്ഷേ 100 ഗ്രാമിനാണ് 100 രൂപ. അത് 100 ഗ്രാം ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഇതിന് 850 രൂപയാണ് ഈ ഒരു ബോക്സിന്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇതിന് 370. ഈ ഒരു ബോക്സിന് അപ്പോൾ 200-300 സംതിങ് വരും. ഇല്ല, സെറ്റായിട്ടുണ്ട് അല്ലേ? ചോക്ലേറ്റ് ഫാക്ടറിയും കൊള്ളാം അല്ലേ? വന്നാ ഷോപ്പ് ചെയ്യാം അല്ലേ? ഷോപ്പിംഗ് നടക്കും അല്ല? വന്നു കഴിഞ്ഞാൽ നല്ലൊരു വെറുത്താണ്. ഇത് വെറുത്താണ്. അതായത് ഈ പേഴ്സ് അവൻ മാറ്റിയിട്ട് അവൻ പുതിയ പേഴ്സ് എടുക്കാൻ പോകുന്നു. ഇത് 10 വർഷം എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. ആ കൊടുക്ക്, നോക്കട്ടെ, ധൈര്യമുണ്ട്. ഇന്നാളാ മുടിയുമാ തമ്പി. എടാ, കാശ് വെക്കാനേ പേഴ്സ്. ഞാൻ കാശ് വെക്കാനോ ചില്ലറ വെക്കാനല്ല. ദിസ് വൺ ലാസ്റ്റ് പ്രൈസ് 200 റുപ്പീസ്. ഫിക്സ്ഡ് പ്രൈസാ? അവൻ പേഴ്സ് എടുത്തിരിക്കുന്നു. ബാർഗൻ ചെയ്തു, പക്ഷേ നോട്ട് ബാർഗൻ. ഇങ്ങ ഇപ്പോ തിരക്ക് ഇരിക്കുതാ? ഇങ്ങോട്ട് അതെങ്ങനെ ചോദിക്കുക? ഇവിടെ തിരക്കുണ്ടെന്ന് തമിഴ് ചോദിക്കും. ഇവിടെ നിന്ന് കഴിഞ്ഞു നമ്മള്. ചോക്ലേറ്റ് എന്താണ്? ചോക്ലേറ്റ് ഫാക്ടറിയും ടീ ഫാക്ടറി കണ്ടു കഴിഞ്ഞു. അടുത്ത നെക്സ്റ്റ് ബോട്ടിംഗ്. അതിൻ്റെ ഇടയിൽ കൂടി ഒരു പഞ്ഞിമുട്ടായി പിടിച്ചു. 20 റുപ്പി. ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് വരാം. വെറുത്താണ് പറഞ്ഞാൽ എല്ലാവരും കൂടി പോണു. 1500 1000. I don't like this. Come on. We can go. No worth. കുതിര സവാരി. இது மரம் இல்ல. இது കുറച്ച് മുകളിൽ പോണ ഒരു ഗേറ്റ് ഉണ്ട്. അത് കുറച്ച് മുകളിൽ പോണ ഒരു ബോർഡ് ഉണ്ട്. അവിടെ വരെ പോയി തിരിച്ചു ഓടിയോ. அதுக்கு 250. 300 rupees முடியது 250. நீங்களே போட்டோ வீடியோ எல்லாமே நம்ம எடுத்தோம். நீங்களே தன்னை போட்டா நம்ம கூட படிக்கும். എനിക്ക് ഭയം. ഇത് നമ്മുടെ അയ്യമ്പളത്തിന് ആനയും കയറും. ഇവിടെയൊന്നും വരാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇതിന്റെ ഉള്ളിൽ കയറാൻ 15 രൂപ ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് ഈ ബോട്ടിങ്ങിന്റെ ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കൺഫേം റേറ്റ് എന്ന് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരാൾക്ക് 15 രൂപ എടുത്ത് അതിൻ്റെ ഉള്ളിൽ അന്വേഷിച്ചിട്ട് ബോട്ടിന്റെ വിലയൊക്കെ അറിഞ്ഞിട്ട് വേണം പോവാൻ. ഞാൻ ഉണ്ടെന്ന് ചോദിക്കും. ഇപ്പം അറിയാം എക്സ്പീരിയൻസ്. കുതിരന്റെ പുറത്ത് ഇരുന്നിട്ട് എനിക്ക് എന്ത് തോന്നി? എപ്പിടി இருக்குடா? എന്നെ പറഞ്ഞില്ലേ എക്സ്പീരിയൻസ് ആഗ്രഹം നമ്മൾ കയറി. കുതിരക്ക് വേണ്ടവര് കയറിയാൽ മതി. ഇതേപോലെ കുതിരക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം കയറുക. പിന്നെ ഈ ബോട്ടിംഗ് എന്ന് പറയാൻ ഇപ്പോൾ എനിക്കൊരു വലുത് പറയാൻ പറ്റുന്നത്. കാരണം അവർ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഫീസ്, പിന്നെ അവിടെ നിന്ന് വേറെ ഒരു ഫീസ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പേര് വന്നപ്പോൾ അത് ടോട്ടലായിട്ട് എമൗണ്ട് കൂടും. അല്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനും പിന്നെ അവിടെ നിന്നും എമൗണ്ട് കൂടുതലല്ലേ. അപ്പോൾ അതും പക്ഷെ നോർമൽ ബോട്ട് തോന്നില്ല. ജസ്റ്റ് 20 മിനിറ്റ് 20 മിനിറ്റ് ഓക്കെ. അപ്പം പിന്നെ അത് ക്യാൻസൽ ചെയ്തു. എന്നാൽ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകും.
സോ ഞങ്ങൾ ഇനി ഹോട്ടലിൽ എത്തിയിട്ട് വരാം കേട്ടോ. നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ ഈ ഹോട്ടലിൽ തന്നെ കയറാമെന്ന് പറഞ്ഞിട്ടിരുന്നു. തലശ്ശേരി റെസ്റ്റോറൻറ്റ്. നമ്മൾ ബോട്ടിങ്ങിൽ നിന്ന് വന്നതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് ഈ ഹോട്ടൽ കറക്റ്റ് സ്പോട്ട്. മീൽസ് 8 മീൽസ് ബിരിയാണി എല്ലാം പറഞ്ഞത് 190 എന്നാണ് പറയുന്നത്. തലശ്ശേരി ബിരിയാണി ഒരു എഗ് പൊറോട്ടയ്ക്ക് 20 റുപ്പീസ്. പൊറോട്ട. അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി എങ്ങനെ ഉണ്ടാവും നോക്കിയിട്ട് ഞങ്ങൾ ബാക്കി പറഞ്ഞുതരാം. തലശ്ശേരി റെസ്റ്റോറൻറ്റ് അതിൻ്റെ ഒരു വൈബ് ഉണ്ടാവും. മത്തൻ കറി, കേബേജ്, റൈസ്, പായസമാണ്. സെറ്റ് കഴിച്ചു നോക്കിയിട്ടുണ്ടോ? മീൻ ചിറങ്ങിയുണ്ട്. കുഴപ്പമില്ല. കൊള്ളാം. മീൻകറി സാമ്പാറും ഓക്കെയാണ് അല്ലേ? അപ്പൊ ഫുഡെല്ലാം ഓക്കെ അല്ലേ? என்னடா நீ ஹோட்டல் பண்ணி வச்சிருக்கீங்க? ஹோட்டல்ல தம்பி ரெஸ்டாரன்ட்ரா, ரூம் எல்லாம் இருக்கு. உனக்கு ரூம் வேணுமா? ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാ ബോട്ട് ഹൗസ് കിട്ടും. നിങ്ങൾക്ക് ഇതൊരു ബോട്ട് ഹൗസ് ആണ്. ഇനി റൂമിൽ എത്തട്ടെ. ഇനി അവിടെ എത്തിയിട്ട് എങ്ങനെ ആംബിയൻസ് ഒന്ന് തപ്പി കണ്ടുപിടിച്ചൊന്ന് പോകണം. ലെവിനോട്ടാ അല്ല, റൂം ഒന്ന് കണ്ടുപിടിച്ച് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് റിലാക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ വർഷമില്ല. അപ്പം ഞങ്ങൾ പിന്നെ റൂം എത്തിയിട്ടൊന്ന് വരാം. ഓക്കെ, ഫോണൊക്കെ ചാർജ് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് വരാം. 2 hours later. നമ്മളങ്ങനെ റൂമിലൊക്കെ പോയി ഒന്ന് സെറ്റായി ഫോണെല്ലാം ചാർജ് ചെയ്ത് വീണ്ടും വന്നിരിക്കുന്നു ഊട്ടി വിസിറ്റ് ചെയ്യാൻ വേണ്ടി. ബൊട്ടാണിക്കൽ ഗാർഡൻ. എല്ലാവരും കോസ്റ്റ്യൂം ഉണ്ട്, സൂട്ടൊക്കെ ഇട്ടിട്ട് നല്ല തൊപ്പി പഠിക്കണം. അപ്പുറത്തെ ബലൂണൊന്നും കാണിച്ചു ഇവനൊക്കെ മാറി പോയിട്ടില്ല. എത്രയാണ്? 400. അതായത് പെർ പേഴ്സൺ 50, പെർ ഹെഡ് 50. അതായത് ഒരാൾക്ക് 50 രൂപയാണ്. പറമ്പ്, ഈ പറമ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടോ? ഇതാണ് ഗ്ലാസ് ഹൗസ്. അത് ശരി. ആ വരുന്നുണ്ട്. നടന്നു എല്ലാവരും പോവാണ് തോന്നില്ലേ? വാട്ട് ബ്യൂട്ടി. കൊള്ളാം. ഇത് ആഫ്രിക്കൻ മിൽക്ക് ട്രീ ആണത്ര. വെള്ളണ്ടാന്നൊക്കെ പറഞ്ഞു. ഡോണ്ട് ടച്ച് എന്ന് എഴുതി വെച്ചിട്ടില്ലേ? വലിക്കാൻ പറ്റില്ല. ഇത് പൊളി സാധനല്ലേ. അടിപൊളിയായിട്ട്. സമയം 6 മണിക്ക് 6:30 അടയ്ക്കും. 6:30 അടയ്ക്കും. അജു ഒന്നുകൂടി കാണിക്ക്. ആ ഏതാ സാധനം? എങ്ങനെ? ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടിറങ്ങിയിരിക്കുകയാണ്. അപ്പോ വലിയ കാര്യമൊന്നുമില്ല, പിള്ളേരൊക്കെ ആയിട്ട് വൈബ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഫാമിലി ഔട്ടിംഗ് ആക്കണേ. ഓക്കെ, ജസ്റ്റ് ഒരു അരമണിക്കൂർ ജസ്റ്റ് അത്രേ ഉള്ളൂ കാണാൻ. കപ്പിൾസ് ആയിട്ട് മക്കളെ. കപ്പിൾസ് ആയിട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ. കപ്പിൾസ് മുഖ്യം ഞങ്ങൾ റൂമിൽ പോയിട്ട് ഓൺലി ഫാമിലി പോയതിന്റെ കയ്യിൽ നിന്ന് റൂമിൽ പോയിട്ട് നൈറ്റ് വൈബ് ആയിട്ട് വരാം. നമ്മൾ ക്യാമ്പ് ഫയറിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഓട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഈ ക്യാമ്പ് ഫയർ എന്റെ മോനെ വേറെ ലെവല് ഫീലാണ്. ഊട്ടി ദ മസ്റ്റ്. ഈ ലൊക്കേഷൻ ഏതാണ്? ഫൺ സിറ്റിയിലെ ഗ്രീൻ വ്യൂ ഹോളിഡേയ്സ്. ഡൺ. ഫാമിലി പിന്നല്ല അവിടെ കോടയൊക്കെ ഇറങ്ങി സെറ്റായി വരുന്നുണ്ട്.
നല്ല തണുപ്പ് ചൂട് സ്പീക്കറൊക്കെ ഉണ്ട് പാട്ട് കഴിക്കാൻ. നമ്മളിനി ഓരോരോ ഡാൻസുമായിട്ട് കിടക്കുന്നതായിരിക്കും. എല്ലാവരും ഓരോ ഡാൻസ് പാട്ടേക്ക്. എല്ലാവരോടും ഒന്നേ പറയാൻ അതെ, മറ്റുള്ളവരെ നോക്കി ഒരിക്കലും ജീവിക്കരുത്. മറ്റുള്ളവരിൽ എന്തുണ്ടോ ഏതുണ്ടോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നീ നിന്റെ ഉള്ളിലുള്ള കഥയെല്ലാം പറയുന്നു. The next day. സെറ്റാണ്. ഇപ്പൊ സമയം 3 7:30 ആ ടൈം ആവുന്നേ ഉള്ളൂ. കോട വന്നു. അപ്പൊ തന്നെ ഇവിടെ നല്ല തണുപ്പാണ്. തണുത്തിട്ട് വയ്യ. അയ്യോ, ഇവിടെയായിരുന്നു രാത്രി ക്യാമ്പ് ഫയർ എല്ലാം പരിപാടി. നമ്മളെ ഊട്ടിയിലെ 2ാം ദിനം Today. രാവിലെ എണീറ്റിരിക്കുന്നു. റൂം കൊള്ളാം. ഒരു വൈബ് ഉണ്ട്. നല്ല തണുപ്പ്, കോട. നടക്കും. അവിടുത്തെ ഒരു വ്യൂ കാണിച്ചു കൊടുക്കാം. ഞങ്ങൾ നേരത്തെ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും കോടയൊക്കെ പോയി. കോട നേരത്തെ ഉണ്ടായതാണ് കൂടുതൽ. ഇപ്പോ കുറച്ചൊന്ന് പോയിട്ടുണ്ട്. വെയില് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കൊള്ളാം. സമയം സമയം ഒരു 8 ആവുന്നു. ഇപ്പോഴും തണുപ്പ് അതേപോലെ നിൽക്കുന്നുണ്ട്. ഒരു വൈബാണ്. എന്താണ് ഗ്രീൻ വില്ലാസ് ഫൺ സിറ്റി ഹോളിഡേയ്സ്. അങ്ങനെ ഗ്രീൻ ഹോളിഡേയ്സ്. അങ്ങനെ വലിയൊരു ഇത് പറയാനില്ലെങ്കിലും ഓക്കെയാണ്. ബാച്ചിലേഴ്സൊക്കെ ഓക്കെ ആയിരിക്കും. റൂം 4 പോയിന്റിൽ എത്ര കൊടുക്കാം? 4 പോയിന്റില് എല്ലാം കൂടി ഒരു 2 പോയിന്റ് കൊടുക്കാം. 5 ഓക്കെ അല്ലേ? പറയാൻ പറ്റുള്ളൂ. അതെ, ഇനി ഇവിടുത്തെ ഡിപ്പെൻസ് ആണ് എല്ലാവർക്കും കേട്ടോ. താഴത്തെ റൂമല്ല, ഞങ്ങൾ മുകളിൽ താമസിച്ച ഈ ഒരു ഇത് മാത്രം. മുകളിൽ 2 റൂം, ഒരു ഡൈനിങ് ഏരിയ അല്ലേ. ബാച്ചിലേഴ്സ് വന്ന് പിള്ളേരായിട്ട് വരുമ്പോൾ സെറ്റായി. നൈറ്റ് ഇവിടെ ആയിരുന്നു വൈബ്. ക്യാമ്പ് ഫയർ കൊള്ളാം. ക്യാമ്പ് ഫയർ സെറ്റായിരുന്നു. ക്യാമ്പ് ഫയറും മ്യൂസിക്കും അത് വിഷയമല്ല. പക്ഷെ അതിനുണ്ട് 1000 അല്ലേ, 1000 റുപ്പീസ്. ചിലപ്പോൾ ഞങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് 1000 കിട്ടി, അല്ലെങ്കിൽ 1500 ആവും. പിന്നെ ഇവിടെ വിശാലമായ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. ഊട്ടിയിൽ പിന്നെ ഇത് ഇല്ലെങ്കിൽ എന്ത് പിന്നെ ഊട്ടിയില്ല ഇതിനോട്ടാണ്. തണുക്കണു. അപ്പം ഇനി നമ്മൾ മോർണിംഗ് ഇവിടുന്ന് നേരെ മസനഗുഡിയില്ലേ കളിക്കാൻ പോണ 9 മണിയാകും പറഞ്ഞു. ഫുൾ സെറ്റാക്കിയിട്ടുണ്ട് ട്രിപ്പിൻ്റെ ഗൂഗിൾ മാപ്പൊക്കെ. വിനോദിൻ്റെ ഫോണ് GPS ഇട്ട് മാപ്പ് ഇട്ട് വന്നപ്പോൾ ഇല്ലാത്ത വഴിയടക്കം അതിൽ കാണിക്കാൻ തുടങ്ങി. വണ്ടി ഇങ്ങോട്ട് പോകണ നോർമൽ വഴി മാപ്പിൽ കാണിക്കുന്ന റേറ്റിക്ക്. റൂം ഇന്നലെ വന്നപ്പോൾ ഒരു വ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ആകെ കൂടി ചാടി മറിഞ്ഞിട്ട്. തണുപ്പ് രാത്രി നൈറ്റ് വലിയ തണുപ്പ് പറയുന്നില്ല. തണുപ്പ് ഉണ്ട് എന്നാലും ഇല്ല. അങ്ങനത്തെ ഒരു ഇതായി. നമുക്ക് റൂമിലേക്ക് കിടക്കാം. ഇതാ ഇവിടെ ഒരു മാഷ് കിടന്നുറങ്ങുന്നുണ്ട്. ഇന്നലെ 3 പേര് ഇവിടെ, ഞാൻ ഇവിടെ വരുന്നു. ആകാശ് ഇത് 2ാമത്തെ റൂം. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇവിടെ നേരെ മസനഗുഡി. ഊട്ടി ടു മസനഗുഡി സെറ്റാണ്. അവിടെ നേരെ പിന്നെ പറയാം കാരണം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. അത് വരും. ഇപ്പൊ നല്ല വെയിലില്ലേ? നല്ല വെയില്. എന്നാലും ഒരു സുഖം വെയിൽ കൊള്ളുമ്പോ. നമുക്ക് ഇനി അടുത്ത കൊടൈക്കനാൽ പോയിട്ട് കൊടൈക്കനാലല്ല, ഇവിടെ നിന്നോ. ആഫ്റ്റർ സോ മെനി ടൈംസ് ഓഫ് ട്രാവലിംഗ് ഞങ്ങളുടെ ചാമ്പിട്ട് ഇവര് കഴിച്ചു. മസാല ദോശ, ഓറഞ്ച് ചമ്മന്തി, സാമ്പാർ, ചട്ടണി. പൊളിക്കും. അനീഷ് എന്താ അഭിപ്രായം? അഭിപ്രായം പൊളി സാധനം. മസാല ഒക്കെ കൊട്ടിപ്പിടിച്ച് കുറച്ച് ചമ്മന്തി ചട്ടണി കഴിച്ചു. സെറ്റല്ലേ ഫുഡ്? അനീഷ്
അപ്പോൾ ഓക്കെ ബൈ. അത് നിങ്ങളുടെ ഫോണായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് എല്ലാവരും വൈകുന്നേരം കഴിച്ചു, ഹാപ്പി ആയിട്ട് ഇറങ്ങി. കാറിൽ കയറി ഊട്ടി പെറുക്കി മേടിച്ചു, ചോക്ലേറ്റ് മേടിച്ചു അല്ലേ. ഫുഡ് രാവിലത്തെ ഫുഡ് കൊള്ളായിരുന്നു. ഒരു മാന്യമായ വിലയും മാന്യമായ ഫുഡും. ഒരു ടേസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നേരെ ഊട്ടി നേരെ മസനോട് വഴി വരും. ഊട്ടി തന്നെയാണ് ലെഫ്റ്റ് സൈഡ് ഒരു മലയാളി ടിഫിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. സംഭവം കൊള്ളാം. അത്യാവശ്യം മലയാളീസ് തന്നെയാണ് എല്ലാവരും കഴിക്കാൻ വന്നതും. ഫുഡ് കൊള്ളായിരുന്നു. പൈൻ ഫോറസ്റ്റ് എത്തി. എല്ലാവരും ഉണ്ട്. അത് അനീഷ്, സന്ദീപ്, ആകാശ്, മാർക്കി, വരുൺ, പിന്നെ ഹോട്ടൽ സുത്തി എല്ലാവരും ഉണ്ട്. അപ്പോൾ എൻട്രി ഫീ എത്രയാണെന്ന് നോക്കാൻ വേണ്ടി പോവാം. 30 രൂപയാണ് ഒരു പേഴ്സൺ. ആംബിയൻസ് ഷൂട്ടിംഗ് സ്പോട്ടാണ്. വൈബായിരിക്കും. നമുക്ക് പറ്റിയ വൈബാണ്. പൈൻ ഫോറസ്റ്റിൽ കുറേ തിരക്കുണ്ട്, കുറേ വൈബുണ്ട്. ഇതിനോട്ട് എന്താണ് ഇവിടുത്തെ അഭിപ്രായം? 30 രൂപയ്ക്ക് 30 രൂപയ്ക്ക് ജസ്റ്റ് ഒരു പൈൻ ഫോറസ്റ്റ്, കുറേ പൈൻ മരങ്ങളിലുള്ള ഒരു സ്ഥലം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ ചെയ്യാൻ തോന്നുന്നുണ്ട്. ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഒന്നും കണ്ടില്ല. ജസ്റ്റ് ഒരു വരാം, കുറച്ച് ആൾക്കാരായിട്ട് വന്ന് കണ്ടിട്ട് പോവാം, അത്രേനേ ഉള്ളൂ അല്ലേ? അതെ, കണ്ടിട്ട് പോവാം. പൈക്കര ബോട്ട് ഹൗസിലേക്ക് വെൽക്കം ടു ഓപ്പിയം ടീംസ് അല്ലേ? പൈസന്റെ ഷോർട്ടാണ് കഴിച്ചത്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ക്യാഷ് ഉണ്ടെങ്കിൽ വരാം കേട്ടോ. പിന്നെ സ്പീഡ് ബോട്ട് മാത്രമേ ട്രൈ ചെയ്യാൻ പറ്റൂ. പിന്നെ എനിക്ക് വേണ്ടി ഞങ്ങൾ വന്നതാണ്. അപ്പോൾ 8,200 ജസ്റ്റ് പിന്നെ എല്ലാരും കൂടി ബോട്ടിൽ ട്രാവൽ ചെയ്യാ എന്ന് ഒരു ഇതുണ്ട് പറഞ്ഞാൽ ഇങ്ങനെ മെല്ലെ പോയിട്ട് വരാന്ന് മാത്രം. നമ്മൾ എവിടെ എത്തി? നമ്മൾ അങ്ങനെ ഗൂഡലൂരല്ലേ? ഗൂഡലൂർ റീച്ച് ഗൂഡലൂർ റണ്ണ് നല്ലൊരു ഭക്ഷണം കഴിക്കുന്നതിന് പോകുന്നു. പിള്ളേർ നേരത്തെ കയറി. പറയൂ, എങ്ങനെ ഡ്രൈവ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡ്രൈവ് അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. വിനോട്ടന്റെ മുഖത്ത് ഈ പുഞ്ചി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ നിന്നാണ് ഈ പുഞ്ചി വരുന്നത്. ഇത് കാണൂ. വിഭ്രത സമൃദ്ധമായ സദ്യ, നല്ല മട്ടൻ ബിരിയാണി കണ്ടോ? ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഫ്രണ്ട്സ് റെസ്റ്റോറൻറ്റ് എവിടെയാണ് സ്ഥലം? കറക്റ്റ് കൂടലൂർ സെന്റർ. അതായത് നമ്മൾ വാൽപ്പാറയില്ല ഈ നമ്മൾ ഊട്ടിയിൽ നിന്ന് വരുമ്പോ അല്ല, അങ്ങനെയല്ല. ഇത് നമ്മൾ എവിടേക്ക് പോകുന്നു? മസനഗുടി പോകുമ്പോൾ നിങ്ങൾ ഇവിടെ അവിടെ നിന്ന് ഒരു 11 മണിക്ക് ഇറങ്ങി ഇവിടെ ഒരു 2:30 ആകുമ്പോൾ എത്തും. മീൽസ് കഴിച്ചു. മീൽസ് പക്ക, ഒന്നും പറയാനില്ല. ബിരിയാണി പക്ക, അതാണ് ശരി. അപ്പൊ നമ്മൾ ഇനി മസനഗുടി വഴികളിലേക്ക് വരാം. ഇനി കറക്റ്റ് ഇവിടെ നിന്ന് ഊട്ടിക്ക് 26 കിലോമീറ്റർ. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. നല്ല റോഡ്. ഇവിടുന്ന് 23 കിലോമീറ്റർ ഉണ്ടാവും. ഹെയർ പിന്നും കേറി അതിഗംഭീരമായി. വണ്ടി കംപ്ലൈന്റ് ആയി ഊട്ടിയിലെത്തിയിട്ട് നമ്മളെ ചതിച്ചു വണ്ടി. ഇല്ല, വണ്ടി ചതിക്കില്ല. നമ്മുടെ പ്ലാൻ ചെറുതായിട്ട് ഇങ്ങനെ പോകേണ്ടത് നമ്മൾ ഇങ്ങനെ പോയി. കുഴപ്പമില്ല, 36 ചടപടാന്ന് കഴിഞ്ഞു. നമ്മളപ്പോൾ ഊട്ടി ട്രിപ്പ് അവസാനിച്ചു. വീണ്ടും ഊട്ടി തന്നെ എത്തി. ഇല്ല ഇതിനോട്ടോ ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ അങ്ങനെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ പാലക്കാട് അങ്ങോട്ട് എത്തും. എത്ര മണിക്ക് എത്തും? 11 മണി. സോ 12 മണി 1 മണി ഇത്രയേ ഉള്ളൂ. പക്ഷെ ഒരു വൈബായിരുന്നു വണ്ടിയിൽ തന്നെ ഇരുന്ന് പോവാൻ. എനിക്ക് നല്ല വണ്ടി പോയാലേ പിന്നെ പക്കേ കിടക്കണ്ടാവും.
ഊട്ടി ട്രിപ്പ് എങ്ങനെയാ നിങ്ങക്ക്? അഡ്വഞ്ചർ ഉണ്ടായിരുന്നില്ല എന്ന് പ്രതീക്ഷിച്ചു. അഡ്വഞ്ചർ ഒന്നും ഇല്ല, ഒരു അരമണിക്കൂർ. അതായത് ഒന്ന് എല്ലാവരുടെയും ഒന്ന് ഓടിച്ചു വരാൻ ഒറ്റ ദിവസം കൊണ്ട് പറ്റും. നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് വരുമ്പോൾ കുറച്ച് മിസ്റ്റേക്ക് പറ്റിയിട്ട് നമ്മളൊന്ന് കുറച്ച് അലിനെ പോലെ ചിലപ്പോൾ അലയേണ്ടി വരും. റോഡ് വഴി അറിയണ്ട ചെറുതായിട്ടൊക്കെ. മോർണിംഗ് ഏർലി മോർണിംഗ് നമ്മൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 8 മണിയാകുമ്പോഴേക്കും മസനഗുഡി എത്തണം. അങ്ങനെ എത്തുമ്പോൾ എല്ലാവർക്കും വൈബായിട്ട് കാണാം. വ്ളോഗിന് എൻഡ് ആക്കണം. അറ്റ് ലാസ്റ്റ് വിനോദ അവിടെ നമ്മുടെ നേതാവിനെ അപ്പൊ വീടെത്തി ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. നമ്മള് അലമ്പുണ്ടെന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് അധികം വഴി അറിയാത്തോണ്ട് കുറച്ച് അങ്ങനെ ഇങ്ങനെ കറങ്ങുന്നല്ലാണ്ട് സ്വാഭാവികം. അവന്റെ എന്തൊക്കെയായാലും ഊട്ടി ട്രിപ്പ് വേറെ ലെവല്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.